മലപ്പുറം കാളികാവിലെ കടുവയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്തെ ക്യാമറകൾ നിരീക്ഷിച്ച് നാളെ കൂടുകൾ സ്ഥാപിക്കും. ദൗത്യത്തിനിടെ എസ്റ്റേറ്റിൽ വീണ നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിന് പരിക്കേൽക്കുകയും ചെയ്തു. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ഈ കടുവയെ കണ്ടെത്തിയിരുന്നു ഇന്ന്. അതിനെ പിടിക്കുന്നതിനായി മയക്കുവെടി വയ്ക്കുന്നതിനൊക്കെയുള്ള സംഘം അവിടേക്ക് പോവുകയും ചെയ്തു. പിന്നീട് എന്താണ് സംഭവിച്ചത് വിപിൻ? വിജയകുമാർ, ഈ കാളികാവിലെ നരഭോജി കടുവ 7 ദിവസമായി കാണാമറയത്തായിരുന്നു. അതിനെ ഇന്ന് നാട്ടുകാർ കണ്ടു. അത് കരുവാരിക്കുണ്ടിൽ, അതായത് കാളികാവിന് തൊട്ടടുത്തുള്ള കരുവാരിക്കുണ്ടിലെ മദാരി എസ്റ്റേറ്റിന് അടുത്തുള്ള എസ് വളവ് എന്നുള്ള സ്ഥലത്താണ് ഈ കടുവയെ കണ്ടത്. ഏകദേശം 1 മണിക്കൂറോളം ആ കടുവ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ സമയത്ത് അവിടെ RRT സംഘവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് ഈ റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞ് അത് കാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും അവിടെ കൂടുതൽ RRT സംഘങ്ങളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി. ഒപ്പം തന്നെ ഇത് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംഘവും എത്തി. അങ്ങനെ ആ ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ തിരയുന്നതിനിടയിലാണ് ചെറുതായി ഒന്ന് വീണ് DFO ധനിക് ലാലിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ, അപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടാവും. ഇതേ സമയത്ത് തന്നെയാണ് ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗത്ത്, അതായത് തീർത്തും ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ടു എന്നുള്ളതിന് തെളിവ് ലഭിക്കുന്നത്. ഇതോടുകൂടി ആ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്നവരും പരിഭ്രാന്തിലായി. അവിടെ കൂടി നിന്ന ആളുകളെയൊക്കെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ കരുവാരുകുണ്ട് കാളികാവ് മേഖലയിലുണ്ട്. ഈ കടുവയുടെ കാൽപ്പാടുകൾ, കടുവയുടെ ദൃശ്യമൊക്കെ ക്യാമറയിൽ പതിയുന്നു. പക്ഷേ പിടികൂടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ്. 7 ദിവസമായി ഇപ്പോഴും ഈ മയക്കുവെടി വയ്ക്കുന്നതിനൊക്കെയുള്ള സംഘം ഈ പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്നുണ്ട്. വലിയൊരു RRT സംഘമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ട ഈ പ്രദേശത്ത്, ഈ എസ് വളവ് എന്നുള്ള പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. ഇന്ന് രാത്രിക്ക് തന്നെ ക്യാമറകൾ സ്ഥാപിച്ച് നാളെ അതിന്റെ ദൃശ്യം പതിയുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂടുതലായിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുക, കൂടുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യമെടുത്തത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ വീണ്ടും ഇവിടം കേന്ദ്രീകരിച്ച് ഒരു തിരച്ചിൽ നടത്തും. ഇതൊക്കെ ഈ സൈലന്റ് വാലിയുടെ ഒരു താഴ്വര എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കടുവ അങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ 7 ദിവസം കൊണ്ട് അത് കാട് കയറിയിട്ടില്ല. ഇപ്പോഴും ഈ റബ്ബർ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ കടുവ ഇങ്ങനെ അലയുന്നു എന്നുള്ളത് അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ആണ് നിൽക്കുന്നത്. പലർക്കും, ഈ തോട്ടം തൊഴിലാളികളാണ് ആ പ്രദേശത്ത് കൂടുതലുള്ളത്, ആർക്കും തന്നെ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അത്ര ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുന്നു. നാളെ ഇപ്പോൾ 8ാമത്തെ ദിവസമാണ് ഈ നരഭോജി കടുവ ആ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സ്ഥിതിയിലായിട്ട്. വിജയകുമാർ. വിപിൻ സൂചിപ്പിച്ചതുപോലെ ഈ നരഭോജി കടുവ ജനവാസ മേഖലയിൽ തുടരുന്നു എന്നതിന് ഇന്ന് തെളിവുകൾ 2 സ്ഥലത്തു നിന്ന് കിട്ടി. അത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ജനങ്ങൾ അത് അധികൃതർക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തുടർ നടപടികൾ വേഗത്തിൽ ഉണ്ടാകണം. കാരണം ഇത് നരഭോജി കടുവയാണ്. ജനവാസ മേഖലയിൽ അത് ഇപ്പോഴും തുടരുകയുമാണ്.